എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണ്ഡലകാലത്ത് വ്രതം നോറ്റിരിക്കുന്ന അയ്യപ്പന്മാർക്കും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടും എളുപ്പത്തിലുമാണ് നമ്മൾ ഈ റെസിപ്പികളെല്ലാം തന്നെ തയ്യാറാക്കി കാണിക്കുന്നത്. ഇനിയിപ്പോൾ പാചകങ്ങൾ പഠിച്ചു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്കും ഇവരെയും ഇതുപോലെ കറികളൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വലിയൊരു ലൈക്ക് തരാനും ചാനൽ ഫോളോ ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുമ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തനി നാടൻ ഊണ് റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഊണ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ചോറാണ് വേവിച്ചെടുക്കുന്നത്. ഇന്നത്തെ ചോറ് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് ഇന്നത്തെ പാചകത്തിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. കുക്കറിൽ വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അരി ഒന്ന് കഴുകിയിടാം. ഞാനിവിടെ മട്ടവടി റൈസാണ് ഉപയോഗിക്കുന്നത്. അരിയെല്ലാം വെള്ളത്തിലേക്ക് വാരിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വീട്ടിലെ നിത്യവും കുക്കറിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത്. അരി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ വെള്ളം മുഴുവനും ഒന്ന് ഇളക്കി ഊറ്റി മാറ്റേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ അരി നല്ല പോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം തവി കൊണ്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം മുഴുവനും ഞാനിവിടെ ഊറ്റി മാറ്റിയിട്ടുണ്ട്. വീണ്ടും കുക്കറിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞാൽ കുക്കറൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആദ്യ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കറികൾ തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കുമ്പളങ്ങ മോര് കറി തയ്യാറാക്കാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലേക്ക് 1/4 കിലോ അളവിൽ കഷ്ണങ്ങളാക്കിയ കുമ്പളങ്ങയാണ് ചേർക്കേണ്ടത്. കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർക്കാം. പൊടി ചേർത്ത് മോരുകറി തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു സ്വാദാണ് കിട്ടുക. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായ തേങ്ങ അരപ്പൊന്ന് അരച്ചെടുക്കാം. അരപ്പിനായിട്ട് 2 പിടി നാളികേരവും 1 നുള്ളു ജീരകവും 1 വെളുത്തുള്ളിയും 2 കൊച്ചുള്ളിയും കറിവേപ്പിലയും 1 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം. നാളികേരം അരച്ചെടുക്കാനായിട്ട് 300 മില്ലി അളവിൽ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് മാത്രമാണ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി അടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് കുലുക്കിയിട്ട് ആ വെള്ളം ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അരപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി ചൂടായി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നമ്മൾ കഷ്ണങ്ങൾ വേവിച്ചെടുത്തപ്പോൾ മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. മോരുകറിക്ക് ഈ ഒരു കളറാണ് ഉണ്ടാവുന്നതും. നിങ്ങൾക്ക് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ മോരുകറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് 1 നുള്ളു പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മോരുകറി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം താളിപ്പ് ചെയ്തെടുക്കണം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 നുള്ളു ഉലുവ കൂടെ ചേർക്കണം. ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 5 ചുള കൊച്ചുള്ളി കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. വഴറ്റുന്ന കൊച്ചുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മുരിയിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോര് കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർക്കേണ്ടത്. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള കുമ്പളങ്ങ മോര് കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ കറിയെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത റെസിപ്പി പാചകം ചെയ്യാൻ തുടങ്ങാം.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂർക്ക മെഴുക്കുപുരട്ടിയാണ്. ഇതിനായിട്ട് 1/2 കിലോ കൂർക്കയാണ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. കൂർക്കയുടെ കറ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിലാണ് ഇട്ട് വെക്കേണ്ടത്. മെഴുക്കുപുരട്ടിക്കായിട്ടുള്ള കൂർക്ക കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി കൂർക്ക മാറ്റി വെച്ചതിന് ശേഷം മെഴുക്കുപുരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. മെഴുക്കുപുരട്ടിയുടെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമുക്കിതിലേക്ക് ഒരു 20 കൊച്ചുള്ളി വേണം. കൊച്ചുള്ളി നമുക്ക് ഒന്ന് ഇടികലിൽ വെച്ചിട്ടാണ് ചതച്ചെടുക്കേണ്ടത്. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഇപ്പോൾ നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കൊച്ചുള്ളി ചതച്ച് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് കൂടി ചേർക്കണം. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമുളകും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. മെറൂൺ കളറൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഈ ഒരു പാകത്തിൽ ഒന്ന് സോഫ്റ്റായി വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് 1 മിനിറ്റ് നേരം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്കയാണ്. കൂർക്ക കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ ഇതിന്റെ കറയൊന്നും ഇളകാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കൂർക്ക മുഴുവനും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂട്ടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഈ കൂർക്ക മെഴുക്കുപുരട്ടിയിലേക്ക് ഒരു തരി പോലും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നല്ലതുപോലെ കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത് വരാനായിട്ട് ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. വേവിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാനായിട്ടും. അടിയിലൊന്നും പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ട് അടി ചേർത്തുനിന്ന് ഇളക്കി കൊടുക്കേണ്ടതുമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കൂർക്കയിൽ അത്യാവശ്യം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ മുരിയിച്ച് കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് മുരിയിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ കൂർക്കയിലെ വെള്ളമായി ഒന്ന് വറ്റി വരുന്നത് വരെയാണ് മുരിയിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊരു മുളക് ചമ്മന്തി കൂടെ തയ്യാറാക്കണം. ഇതിനായിട്ട് ഒരു 25 കൊച്ചുള്ളിയും കാശ്മീരി മുളകും ഒരു 4 വറ്റൽമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കൂർക്ക നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും കൂർക്ക വാങ്ങി വെച്ചതിന് ശേഷം മറ്റൊരു സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റിയും കൂടെ കൊടുക്കാം. ചികമാസമൊക്കെ വരുമ്പോൾ നോൻപ് നോൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മെഴുക്കുപുരട്ടിയാണ് കൂർക്ക. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഇതുപോലെയല്ല തയ്യാറാക്കിയിരുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ കൂർക്ക മെഴുക്കുപുരട്ടിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുളക് ചമ്മന്തിയാണ് തയ്യാറാക്കേണ്ടത്. മുളക് ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച കാശ്മീരി മുളകും വറ്റൽമുളകും കൂടിയാണ് എണ്ണയിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മുളകൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മുളക് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മുളക് എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ നല്ലവണ്ണം മുരിഞ്ഞു കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് കുറവായിരിക്കും. ഇനി എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൊച്ചുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം മുരിഞ്ഞു കിട്ടണം, അതുവരെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി പാകമായി കഴിഞ്ഞാൽ നമുക്ക് കൊച്ചുള്ളിയും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. അതിനു മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 3-4 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ ചൂടാറി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. എളുപ്പത്തിൽ തന്നെ നമ്മുടെ മുളകിൻ്റെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. മുളക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാൽ ഇതിനെ ഇതുപോലെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. അധികമൊന്നും പൊടിച്ചു കളയാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൊച്ചുള്ളി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാൽ വഴറ്റിയെടുത്ത എണ്ണയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തിക്ക് ഒരു പുളിപ്പരസം കിട്ടാനായിട്ട് ഒരു ചെറിയ കഷ്ണം വാളംപുളി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്നും അരച്ച് കളയാതെ വേണം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായി. അരച്ചെടുത്ത ചമ്മന്തി നമുക്കൊരു വാഴയിലയിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുളക് ചമ്മന്തിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ മണ്ഡലകാലത്ത് നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുന്ന ചോറും കറികളൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്.
ഒരു 4 പേർക്കുള്ള ഭക്ഷണമാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 4 പേർക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ചോറ് നമുക്ക് 5 ലിറ്ററിൻ്റെ കുക്കറിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. നമ്മുടെ ചോറും കറികളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു മണ്ഡലകാലത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതേ ഒരു രീതിയിൽ തനി നാടൻ ഊണ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. ചാനൽ ഫോളോ ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. ഇതുപോലുള്ള സിമ്പിൾ നാടൻ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെയും വീണ്ടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ കാണാം.